നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ നാട്ടിലാണ്. അതായത് ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് കാളികാവുകാരനാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏകദേശം ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇതാണ് ആ തെങ്ങ് ഞാൻ കാണിച്ചത്. ഈ ഒരു സ്ഥലം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അന്ന് ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് ഭയങ്കരമായിട്ട് വെള്ളവും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. മീൻപിടുത്തക്കാർ ഈ വീഡിയോ കാണേണ്ടി ശ്രദ്ധിച്ചോളി. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഇത് ആ തെങ്ങാണ്. പണ്ട് ഇവിടുന്ന് ചെക്കന്മാർ കിടക്കണ വീണില്ലേ, കുറേ വീഡിയോസിൽ വൈറലായിരുന്ന ആ ഒരു സ്ഥലമാണ്. ആ തെങ്ങാണ് ഈ കിടക്കണത്. ഓക്കെ, അതുപോലെ തന്നെ വേറെ വേണ്ട. അപ്പോൾ ഇവിടെ കണ്ടോ ഇഷ്ടം പോലെ നല്ല കൊടും വേനലാണ്. സമയം 1:41 ഈ ഒരു സ്ഥലത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന പോയിന്റുകൾ ഇതൊരുപാട്, അതായത് നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മൾ വന്ന് നീരാടിയിരുന്ന സ്ഥലമാണ്. ഇവിടുന്ന് കുളിക്കാൻ പോകുന്ന സ്ഥലമാണ്. രാവിലെ ഫുട്ബോൾ കളി, അത് കഴിഞ്ഞിട്ട് മലിയാക്കാൻ്റെ കടയിൽ നിന്ന് ഒരു പൊറാട്ടയും കാര്യങ്ങളും കഴിച്ചതിന് ശേഷം നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഇത് കാളികാവിലാണ്. ഓക്കെ, അപകട മേഖലയാണ്. പരിചയമില്ലാത്ത ആളുകളും സന്ദർശകരൊന്നും നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങരുത്, കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ, ഒപ്പിട്ടിരിക്കണേ കാളികാവ് പഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ചുറ്റുള്ളത്. ഇങ്ങനെ ജസ്റ്റ് ഒരു 10 അടി വഴിയുണ്ട് ഇതിലങ്ങനെ. ഇപ്പം വേനൽക്കാലത്തൊന്നും നമുക്ക് ഇതിലെങ്ങനെ വരൽ പോസിബിൾ ആവില്ല. സോറി, വേനലല്ല, മഴക്കാലത്ത്, വർഷക്കാലത്ത്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ആണ്. ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് നമ്മൾ കാലാവസ്ഥൻ്റെ പ്രതികൂലമായിട്ടുള്ളൊരു സംഭവം. ഉണ്ടോ, അധികമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഫേസിലുണ്ടോ അത്ര ടാനാണ്. നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരാത്ത ആൾ, അതായത് ഈ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആളുകളുടെ സ്റ്റോറികളായിട്ടും റീൽസൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് പക്ക വെള്ളം നിറഞ്ഞൊഴുകിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. വേണ്ടില്ലേ, നമ്മളിങ്ങനെ പോകുമ്പോൾ അതായത് ഈ ഒരു സ്റ്റെപ്പ് വരെ വെള്ളം ഉണ്ടാവും. ഇതൊക്കെ നല്ല ക്ലീനായിട്ട് ക്രിസ്റ്റൽ ക്ലിയറിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഈ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതേപോലെ ഫുള്ള് ഇങ്ങനെ ആയിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഫുള്ള് ഇതേപോലെ ഉണ്ടോ അടിപൊളിയായിട്ട് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ചാടിയിലുണ്ട്. അതായത് നമുക്ക് രസമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന സംഭവമാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആകെ വേനൽക്കാലത്തിൻ്റെ വേനൽക്കാലം വില്ലനായി വന്നപ്പോഴുള്ള അവസ്ഥയാണ് കണ്ടോ. ആകെ മൊത്തം വറ്റി വരണ്ട്. ഒരു സ്ഥലത്തൊക്കെ നല്ല എന്താ പറയുക, രസമായിട്ട് വെള്ളം ഇങ്ങനെ ചാടിയുന്ന സ്ഥലമാണ്. ഇപ്പോൾ ആകെ അപ്പോൾ നമുക്ക് തന്നെ, ഞാനൊക്കെ ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് എപ്പോഴും ഇവിടെ ഉണ്ടാവുക. വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഒക്കെ ഉണ്ടാവും. ഇനി ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് സമയം ഇരിക്കലിൻ്റെ വെള്ളത്തിലിങ്ങനെ ചാടിയാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഇഷ്ടംപോലെ മീൻ പിടിക്കാം. മീൻ പിടുത്തക്കാരുണ്ടെങ്കിൽ അത് പ്രകൃതി വിരുദ്ധമാണോ എനിക്കറിയില്ല, പക്ഷേ എന്തായാലും പറഞ്ഞു പോകുന്നുണ്ട്. നല്ല മീനുകളുണ്ട്. ഇപ്പോൾ വറ്റിച്ച് പിടിച്ച് കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ, അതായത് മീൻ പിടിക്കുന്ന സമയത്ത് കുമ്മായോ കാര്യങ്ങളോ കലക്കാതെ ബാറ്ററി ഒന്നും യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ പിടിക്കുകയാണെങ്കിൽ അത് പ്രകൃതി വിരുദ്ധമല്ല തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ തിരുമ്പി കുളിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ സംഭവം ഈ ഏരിയയിലൊക്കെ ഫുള്ളുണ്ടോ. ഇവിടെ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അതായത് ഇവിടെ നിന്നുണ്ടല്ലോ ഈ ഇതിങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിയിട്ട് നല്ലൊരു രസമാണ് ഇവിടെ വരുന്ന സമയത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. അതെ, നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ അധികം ആളുകൾ വരലില്ല, പക്ഷെ രാത്രിയൊക്കെ സമയത്തുണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ, ഇനി രാത്രി വീഡിയോ കണ്ടിട്ട് വരാൻ നിൽക്കണ്ട, നല്ല രസമുള്ള അടിപൊളി ആംബിയൻസ് ആണ്. അത് എല്ലാവർക്കും ആ വൈബ് കിട്ടിക്കോണമെന്നില്ല, നമുക്ക് കിട്ടലുണ്ട്. ഇനി വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്നുണ്ടോ, ഇത് ചുടലയാണ്. അതായത് ശ്മശാനത്തിൻ്റെ ടൈപ്പ് ചുടലയാണ്. ശ്മശാനമല്ലത്, ശ്മശാനമാണത്. അതായത് പക്ഷെ ഇത് മൈൻഡ് ചെയ്യണ്ട. എന്നാലും രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രേതത്തിൻ്റെ ടൂണൊക്കെ കിട്ടി കഴിഞ്ഞാൽ പേടിയാക്കാരം. അപ്പോൾ നിങ്ങൾ പകൽ വന്നാൽ മതി വരികയാണെങ്കിൽ. പക്ഷെ ഇപ്പോൾ വരണ്ട. ഇപ്പോൾ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഉണ്ടോ, ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട് ഇവിടെ, സുഹൃത്തിനെ പരിചയപ്പെടാം. ഏയ്, എംബാപ്പേനെ തന്നെ എന്താണ് ലൂനൻ്റെ ജേഴ്സി വന്നിക്കണേ കേട്ടോ. ചെക്കനോട് വിവരങ്ങൾ ചോദിക്കാം. ഓക്കെ, നമ്മളെ ചെക്കന്, നമ്മൾക്ക് 2 മൈക്കുണ്ട് കേട്ടോ. DJ-ൻ്റെ ചെക്കൻ്റെ കയ്യിൽ ഒന്നുകൂടെ മനസ്സിലായോ മൈക്കട. ഞാൻ ഇങ്ങനെ പിടിച്ച് സംസാരിച്ചോ. അതിൻ്റെ പേരെന്താ? ആദിൽ. ഇങ്ങനെ പിടിച്ച് മൈക്ക് ഇങ്ങനെ പിടിക്കുക, അടുത്ത് പിടിക്കുക, കുറച്ച് ഇത്ര. ആദിൽ ഫ്രം ഉതിരമ്പൊയിൽ. സംസാരിക്കുക. എന്താണ് വേനൽക്കാലത്തെ കുറിച്ച് സംസാരിക്കല്ലേ? വേനൽക്കാലത്ത് എന്താ വെച്ചാൽ ഇപ്പോൾ
പെരും ചൂടാണ്. വെള്ളമൊക്കെ കെട്ടിൻ്റെ മേലെ താന്നിക്കണ്. പിന്നെ വെള്ളമൊക്കെ അതേമാതിരി ഉച്ചുടിച്ചാണ്ട് ആകെ ചീഞ്ഞിക്കണ്. ആർക്കും കുളിച്ചാനൊന്നും പറ്റൂല. പിന്നെന്താ വെച്ചാൽ ഇല്ല വെള്ളത്തിൽ കുളിച്ചാൽ എല്ലാവരും പോവും. പക്ഷെ ഭയങ്കര സങ്കടമാണ് ഇത് കാണുമ്പോൾ. സങ്കടമൊക്കെ തന്നെയാണ്. വെള്ളം വരുമ്പോൾ പെരും വരവേക്കരം. അപ്പോഴും കുളിച്ചാൻ പറ്റൂല. പിന്നെ ഒരു ഇടത്തരായ കാലഘട്ടത്തിൽ നല്ല വെള്ളം ഉണ്ടാവും. ആദിലല്ലേ പേര് പറഞ്ഞേ? ആദിലെന്ത് ചെയ്യണ്? ഞാനിപ്പോൾ പഠിക്കാണ്. എവിടെ? പുല്ലങ്കോട് GHSS പുല്ലങ്കോട് സ്കൂളിൽ +1 വിദ്യാർത്ഥി. ഇനി +2. നീ +2 ഏതാണ് വിഷയം? സയൻസോ കൊമേഴ്സ്? കമ്പ്യൂട്ടർ കൊമേഴ്സാ? അല്ല, പൊളിറ്റിക്കൽ കൊമേഴ്സ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ്, അറിയില്ലേ? ബിസിനസിനെ കുറിച്ച് പറഞ്ഞാൽ ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ബാക്കി പറയാം. അതും നമ്മൾ പഠിച്ചു. എക്കണോമിക്സ് പറയാം. എക്കണോമിക്സ് ഒക്കെ ഒരു കഥയാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? അങ്ങനെ വെച്ചാൽ ഏതില്ല. എന്നാലും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് വെച്ചാൽ ഫുട്ബോൾ കളിക്കലുണ്ടോ? കുഴപ്പമില്ല തന്നെ. അപ്പം അങ്ങനെയാണ് കഥകൾ. വേറെന്താ എൻ്റെ വിഷയങ്ങൾ പറയാം. വിഷയങ്ങളെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ പോണ് വരുന്ന് ഓരോക്കെ ഒരു ആവിമാരി. ഒരു ബോറില്ല. ടോട്ടൽ ബോറുണ്ടോ ലൈഫ്? ഇല്ല. ഡെയിനുണ്ടോ? എവിടെ നമ്മളൊക്കെ ആരും നോക്കാൻ. വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെക്കനെ ഇതാക്കിട്ടോ. ഇൻസ്റ്റാഗ്രാമിലുണ്ട് ജി? അതായത് ഉണ്ടോ, ഇപ്പോൾ നമ്മൾ ഈ നിന്ന് സംസാരിക്കുമ്പോഴുള്ള ഭയങ്കര, അതായത് സുബൈയാണ്, സുബൈയല്ല, ഇപ്പോൾ ഉച്ചക്കാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ചൂടാണുണ്ടോ. ആകെ ഒരു വിങ്ങലാണ് നാട്ടിലത്തെ അവസ്ഥ. ഇതിലിങ്ങനെ അടിപൊളി നമ്മളിവിടെ നിന്നാൽ മതി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. നല്ല രസമായിട്ട് ഇങ്ങനെ നമുക്ക് ഒരു ഫീലാണ്. ഇപ്പം നമുക്ക് പക്ക ഒരു മരീചിക ഫീലാണ്. അതുപോലെ ഇവിടെയൊക്കെ ഈ സ്ഥലമൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. വെള്ളം ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, അതേ സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലമായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുറേ ആളുകൾ വന്ന് കുക്ക് ചെയ്യാറുണ്ട്. ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്കൊരു സങ്കടമുണ്ട് ഇവിടെ അങ്ങനെ കാണുമ്പോൾ. ഇങ്ങനെ ഇതിലൊന്നും അധികം ഇങ്ങോട്ട് നടക്കാൻ പറ്റാറുണ്ടാവില്ല. പിന്നെയുണ്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഡൈവിങ്, ചെങ്കോലി സംഭവമൊക്കെ ചെയ്യണം. പക്ഷെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മേത്ത് മണ്ണാവും. അധികം ആയില്ല. അവിടെയൊക്കെ കണ്ടോ മീനുകളുണ്ട് ഇഷ്ടം പോലെ. ആ സ്ഥലങ്ങളിലൊക്കെ മീൻ പിടിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ വരാം. നല്ല വൈബായിട്ടുള്ള മീനും ഇല്ലല്ലേ? മീൻ പിടിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ചൂണ്ടിലിടാൻ വന്നിന് അങ്ങോട്ട്. ചൂണ്ടിൽ ഞങ്ങൾക്ക് കിട്ടലുണ്ട്. ഞങ്ങൾ ഇങ്ങനെ, പിന്നെ നമ്മളെ ഇതാണ് നമ്മൾ നാട് കേട്ടോ. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ വേനൽക്കാലത്തെ ഇവിടുത്തെ ദാരുണമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ.